മോളുറങ്ങിയോ? ഇങ്ങോട്ട് വരുമ്പോൾ സ്വാമീസ് ഹോട്ടലിന് മുമ്പിലെത്തിയപ്പോൾ തൻ്റെ കാര്യം ഓർമ്മ വന്നു. എനിക്ക് അവിടുത്തെ മസാല ദോശ വലിയ ഇഷ്ടമാണല്ലോ. ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാ. ഞാനിപ്പോൾ മസാല ദോശ ഒന്നും കഴിക്കാറില്ല. എന്നോടുള്ള ദേഷ്യം മസാല ദോശയോട് കാണിക്കണ്ട. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേറൊന്ന് കാണിക്കാൻ എനിക്കറിയില്ല. മനസ്സിലുള്ളത് തന്നെ എൻ്റെ മുഖത്തും കാണും. ആ, അതൊക്കെ പോട്ടെ. തനിക്കിഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷേ നൂലുകെട്ടിന് മുന്നേ അരഞ്ഞോണം മാലയൊക്കെ വാങ്ങണ്ടേ? നമുക്കത് പോയി വാങ്ങണം. ഞാൻ വരുന്നില്ല, ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ മതി. നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ അതൊക്കെ പോയി വാങ്ങേണ്ടത്. കള്ളം പറയുന്ന ഒരാളുടെ കൂടെ എങ്ങോട്ടും വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. എടോ, ഞാൻ എല്ലാം തന്നോട് പറയാം. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. അതുവരെ താൻ എന്നോട് പിണങ്ങരുത്. ശരി, ആഭരണങ്ങൾ ഞാൻ വാങ്ങിച്ചോളാം. പക്ഷേ വേറൊരു കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? നമ്മുടെ കുഞ്ഞിന് പേരിടണ്ടേ? അതോ നേരത്തെ നമ്മളൊരു പേര് തീരുമാനിച്ചിരുന്നല്ലോ, അതന്നെ മതിയോ? അതോ ഇനി വേറെ പേര് വല്ലതും താൻ നോക്കി വെച്ചിട്ടുണ്ടോ? എൻ്റെ കുഞ്ഞിനിടാനുള്ള പേര് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അച്ഛനെ പേര് വിളിച്ചോളൂ. തിരുവണ്ണാപുരത്തപ്പൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ തൻ്റെ കഴുത്തിൽ നിന്ന് താലി ചാർത്തി കഴിയട്ടെ മോളെ. അതുവരെ ഉണ്ടാവും തൻ്റെ ഈ പിണക്കം. പിന്നെ അതൊക്കെ ഞാനങ്ങ് മാറ്റിയെടുത്തോളാം.